പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി, പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി. എന്നാൽ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഇതാ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിക്കാൻ പ്രചോദനം നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും അവലാതി ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? വളരെ നന്നായി വധുവെടുത്ത് എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ നന്നായി വധുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷയം പറയുന്നതിന് മുമ്പ് ഇടയ്ക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. അനുഗ്രഹത്തിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. അല്ലാഹ് യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി അല്ലാഹുവിനോട് പറയുന്നതിനിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ വിളിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നത്. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനിടയിൽ നബിയെ ഒന്ന് വിളിക്കണം. ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എന്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ലിത്തഖ്ളിയലി, ഓ നബിയെ തങ്ങൾ എന്റെ ആവശ്യം, എന്റെ ഹാജത്ത് വീട്ടിത്തരാൻ വേണ്ടി, എന്റെ ആവശ്യം തങ്ങൾ നിർവഹിച്ചു തരാൻ വേണ്ടി ഒരു നുസ്ഖപ്രകാരം ലിതുഖ്ലാലി, എന്റെ ആവശ്യം എനിക്ക് നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഓ മുഹമ്മദ് നബിയേ ഞാൻ അങ്ങേ കൊണ്ട് അല്ലാഹുവിലേക്ക് മുന്നിടുന്നു. അപ്പൊ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നതിനിടയിൽ നബിയെ തവസ്സുലാക്കി, നബിയെ ഇടയാളനാക്കി പ്രാർത്ഥിക്കണം. പോരാ, നബിയെ നേരിൽ വിളിക്കണം. വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ അപേക്ഷിക്കുകയും വേണം. എന്നിട്ട് വീണ്ടും അല്ലാഹുവിനോട് പറയണം, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. അല്ലാഹുവേ നബിയോട് ഞാൻ റെക്കമെൻഡിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ചെയ്യുന്ന റെക്കമെൻഡ് നീയൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. വീണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസ് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹദീസ് സഹീഹാണെന്നതിൽ ലോകത്ത് ഒരു സുന്നിക്കും തർക്കമില്ല, അതേ ഒരു സലഫിക്കും തർക്കമില്ല. സലഫി പണ്ഡിതന്മാരെ കൂട്ടത്തിൽ വലിയ ഹദീസ് പണ്ഡിതനാണെന്ന് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾ കൊട്ടിഘോഷിക്കാറുള്ള അവരുടെ പണ്ഡിതനായ നാസിറുദ്ദീനുൽ അൽബാനി അദ്ദേഹത്തിന്റെ മിഷ്കാത്തിന്റെ അടിക്കുറിപ്പിൽ പറയുന്നു, വഇസ്നാദുഹു സഹീഹുൻ, ഇതിന്റെ പരമ്പര സഹീഹാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് സഹീഹായ ഹദീസ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു തുടങ്ങി എത്രയോ ഹദീസ് പണ്ഡിതന്മാർ അവരെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ നേതാവ് മോചനത്തിനാണെന്നും പറഞ്ഞിറക്കിയ സിഡിയിൽ എവിടെന്നാണ് നബിയെ വിളിക്കൽ വന്നത് എന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾക്കത് കിട്ടിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. നബിയെ ഇടയാളനാക്കൽ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചില്ലേ? അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാളും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ പോലും ഉസ്താദുമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ 3 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തു. അതുപോലുള്ള ഹദീസ് പണ്ഡിതന്മാരത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ പരമ്പര സഹീഹാണെന്ന് പറഞ്ഞത് സലഫി പണ്ഡിതനായ നാസറുദ്ദീൻ അൽബാനിയാണ് കേട്ടോ. ഖുർആൻ എന്താണെന്ന് പഠിക്കാതെ, ഹദീസിലുള്ളത് എന്താണെന്ന് പഠിക്കാതെ ലോകത്തിന് വരെ കഴിഞ്ഞുപോയ ഇമാമിയങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്തവരാണ്. എന്തിനാണ് ഒരു റെക്കമെന്റ്, എന്തിനാണ് ഒരു നബിയെ എന്ന വിളി? അത് ബദരീകൾക്കെതിരാണെന്ന് പ്രസംഗിച്ച് നടക്കുന്നവരില്ലേ? എന്നാൽ ഇതേ പ്രാർത്ഥന തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളനാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിച്ചുള്ള ഈ അപേക്ഷ ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ബഹുമാനപ്പെട്ട സഹാബി വര്യനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മറ്റുള്ളവരെ ഉപദേശിക്കുകയും എന്നിട്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജമുസ് സഗീറിന്റെ 1-ാം വാള്യം 306-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠം പഠിച്ച ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഹാഫിദുൽ മുൻദിരി അതുപോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു വൽ ഹദീസു സഹീഹുൻ. ഈ വഫാത്തിന് ശേഷം നബിയെ വിളിച്ച് ആ മുഹമ്മദ് എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ ഹദീസും സഹീഹ് തന്നെ.